2 ദിവസം മുന്നേ ട്രിവാൻഡ്രത്ത് വൈകുന്നേരം നല്ല അതിശക്തമായ മഴയും കാറ്റും ഭീകരമായിരുന്നു കേട്ടോ. ട്രിവാൻഡ്രത്ത് തന്നെ എല്ലായിടത്തും പെയ്തോന്നും അറിയില്ല, പക്ഷേ ഇവിടെ നല്ല തകർത്ത് പെയ്തിട്ടുണ്ടായിരുന്നു. ദാ ഈ ഒരു ചെടി അമ്മ കൊണ്ട് നട്ടതാണ്, നിറച്ച് വെള്ള കൊല കണക്ക് പൂ പൂക്കുന്നതാണ്. അതൊക്കെ ദാ നിലം പരിശായിട്ട് കിടക്കുന്നുണ്ട്. രാവിലെ തന്നെ അതിനെ അങ്ങ് സ്റ്റഡിയായിട്ട് അങ്ങ് നിർത്തി കെട്ടുകയാണ്. അപ്പോൾ ഉച്ചത്തേക്ക് കറി വയ്ക്കാനായിട്ട് ഇന്നും കൂടെ കോവയ്ക്ക കറി വയ്ക്കാനായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ വെള്ള ഡിസൈനുള്ള കോവയ്ക്കായാലും പ്ലെയിൻ പച്ചയായിട്ടുള്ള കോവയ്ക്കാണ് എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു പപ്പായ കിട്ടിയിട്ടുണ്ട്, അതിനെ തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് മീൻകറി വേണ്ട, നമുക്ക് വാളക്കരുവാട് വാങ്ങിച്ചു, അപ്പോൾ അതിനെ അങ്ങ് പൊരിക്കാമെന്ന് വിചാരിച്ചു. പപ്പായ കറി വയ്ക്കാനായിട്ട് അരിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പഴുത്തൊരു മധുരം വന്നിട്ടുണ്ട്. പിന്നെ എന്തായാലും മുറിച്ചതല്ലേ, അപ്പം റെഡ് ലേഡി കൂടെ ആയതുകൊണ്ടാണ് ഈ ഒരു കളർ വ്യത്യാസം. പക്ഷേ പച്ചയ്ക്ക് അത് അരിഞ്ഞ് തിന്നാൻ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുറച്ചധികം ഞാൻ തിന്നിട്ടുണ്ടായിരുന്നു, ബാക്കിയാണ് കറി വെച്ചത്. നമ്മൾ കരുവാട് വറുക്കുമ്പം അതിൽ സവാള കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടോ. സവാളയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എനിക്ക് പണ്ടേ കരുവാട് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് പൊരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഊണിന് ചോറും പുളിശ്ശേരിയും കോവയ്ക്ക ഉപ്പേരിയും കോവയ്ക്ക വറുത്തതും കരുവാടും പിന്നെ പപ്പായ എൻ്റെ ലിസ്റ്റിൽ അത്രയ്ക്കുള്ളതല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ ഊണം കഴിഞ്ഞു, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.